കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് എന്താണെന്നറിയോ? ഇന്ന് ഞാൻ നടിയിലാണ്. എന്താ നടുന്നതെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? ഇതാ എൻ്റെ ബാക്കിൽ കണ്ടു നോക്ക്, ബോഗൺ വില്ല നടാൻ പറ്റിയ ടൈമാണ്. ഇതുവരെ ഞാൻ പറയുന്നത് ജൂൺ മാസമെന്നൊക്കെ. പക്ഷേ ജൂൺ മാസത്തിൽ ഇവിടെ അത്ര മഴ കിട്ടിയില്ല. മഴ എന്ന് പറഞ്ഞാൽ നല്ലൊരു മഴ, പിന്നെ വെയിൽ വരുന്ന അതുപോലെയല്ല, ഇങ്ങനെ ചീഞ്ഞ മഴ പെയ്തുകൊണ്ടിരിക്കണം. ആ ടൈമാണ് ബോഗൺവില്ല നടാൻ ഏറ്റവും നല്ല ടൈം. അപ്പം ആ ടൈമാണ് ഇപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഞാൻ എൻ്റെ ബോഗൺവില്ല കുറേ വെട്ടിയിട്ട് നടുന്നൊന്ന് കാണിച്ചു തരട്ടെ എന്നുള്ളത് കേട്ടോ. ആരും മടിച്ചിരിക്കേണ്ട. ഇപ്പം പോയിട്ട് അടുത്ത വീട്ടിൽ അതൊക്കെ ആരോട് ചോദിച്ചാലും തരും ബോഗൺവില്ല ഉള്ള വീട്ടുകാർ. കാരണം അവർക്ക് ഓഗസ്റ്റ് ആയാലും വെട്ടി മാറ്റണം, എന്നാലേ ഇത് നല്ല ബുഷിയാവുള്ളൂ. അപ്പോൾ ഒരു കമ്പ് തരുമെന്ന് വെച്ചാൽ ആരാലും തരും. അപ്പം നടുന്ന രീതി ഞാൻ കാണിച്ചു തരാം. നട്ട് കിടന്നുറങ്ങിയാലും ശരി, എന്നാലും അത് വേര് പിടിച്ചിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. ഇന്ന് ഞാൻ എൻ്റെ ബോഗൺവില്ലേൻ്റെ കുറേ പീസ് ഞങ്ങളെ മുമ്പിൽ നിന്ന് കട്ട് ചെയ്യുന്ന നടുന്ന് എല്ലാം കാണിച്ചു തരാം കേട്ടോ. എന്നാൽ എൻ്റെ ഈ പൂവ് ഇതാ തീരാൻ പോവുക, എത്തി തന്നെ പറയാം. ഇതിപ്പോൾ ഒന്നരാഴ്ച കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ മറ്റതൊക്കെ തീർന്ന് ഇതെന്തോ ഒരു ഭാഗ്യത്തിന് ഇവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ തിരിയണമല്ലോ നമുക്ക്. ഈ കളർ തന്നെ ഒരു ചട്ടിയിൽ, വേറെ കളർ തന്നെ ഒരു ചട്ടിയിലാക്കണമെങ്കിൽ കുറച്ച് പൂക്കളും ഇവിടെ വേണമല്ലോ. ഇപ്പം കണ്ടോളി, ഇപ്പം തീരും ഇത്. എനിക്കിതെന്തൊരു ഇഷ്ടമാണെന്നറിയോ? ഇതിൻ്റെ പൂക്കൾ ഭയങ്കരമായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ അതിൽ. ഞാൻ എല്ലാവർക്കും കട്ട് പീസ് കൊടുക്കും, കൊണ്ടുപോയി നട്ടോളി എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ നട്ടോളി എന്നല്ല പറയുന്നത്, ഞാൻ ഇങ്ങനെ നട്ടോളി എന്ന് പറയാനാണ് പോകുന്നത്. ഇതൊരു ഭംഗിയ വീടിനില്ലേ, ഒരു ബോഗൺവില്ല മതി, പൂന്തോട്ടം പോലെ അങ്ങാകും. ഫ്ലവർ ഷോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യട്ടെ കേട്ടോ. ആദ്യം തന്നെ കട്ട് ചെയ്യട്ടെ. ഇവിടുന്ന് തുടങ്ങണം എന്നപ്പം ഞാൻ ആലോചിക്കുന്നത്. ഇവിടുന്ന് തുടങ്ങാം, ഈ കട്ടച്ചോപ്പുമ്പോൾ നിന്ന് തുടങ്ങാം. നമുക്ക് നടാൻ നല്ല വണ്ണമുള്ള മൂപ്പത്തിയ കൊമ്പൊന്നും വേണ്ട. അങ്ങനെ തെറ്റിദ്ധാരണ എല്ലാവരുടെ ഇടയിലും ഉണ്ട്. വണ്ണമുള്ള കമ്പാ വേണ്ടത്, നൈസാണ് വേണ്ടത് കേട്ടോ. അതിനു വേണ്ടി ഞാൻ എന്തായാലും ഇവിടെ ഒന്നും മഴ കൊള്ളേയില്ല. ഇത് മതി. ഇത്ര വലിപ്പം വേണമെന്നില്ല, ഈ വണ്ണം മതി. ഈ വണ്ണമായാലും ഉണ്ടാവും. ഞാൻ കുറേ അങ്ങ് താഴേക്ക് ഒടിച്ചിടട്ടെ. എല്ലാം കൈ പിടിക്കാൻ പറ്റൂല, അത് ഭയങ്കര മുള്ളാണ്. അങ്ങനത്തെ ഭയങ്കര ഉറപ്പും മുള്ളുവാ. ഓരോന്നിനും കെട്ടിവെച്ചുകൊണ്ട് അധികം നമുക്ക് കുറേ ആയിക്കോട്ടെ. ഇതെന്താ അധികമാവുമോ? വരുന്നവർക്ക് ഫാൻസ് വല്ലാണ്ട് വരുത്താം. ഓൽക്കൊക്കെ കൊടുക്കാമല്ലോ, ഓൽക്കെല്ലാം ഞാൻ കൊടുക്കും. കാരണം ഈ സമയം തെറ്റിയാൽ പിന്നെ നടക്കൂല, അതാണ്. കുറച്ച് അധികം എടുക്കട്ടെ. എല്ലാം ഒരേ കളർ എടുക്കുക, പിന്നെ നമുക്ക് മറ്റത് എടുക്കാം. ഈ കളർ എടുത്ത് ഇനി മറ്റേ കളർ എടുക്കട്ടെ. ഇതാണ് കമ്പ്. സൂപ്പർ. ഇനി ഈ കളറിൻ്റെ അങ്ങനെ കുറേ കളറിൻ്റെ ഇങ്ങ് എടുക്കാം. എവിടെ ഈ കളറിനൊക്കെ എടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ നോക്കുന്നത്. ഇതന്നെ കുറേ കഷ്ണാക്കട്ടോ. ഇതെല്ലാം കുറേ നല്ല മൂർച്ചുള്ള കത്തിയായാൽ മതി. അടിച്ചു വരാനൊരു പണിയാക്കുന്നു. ഞാൻ കെട്ടിക്കൊടുക്കല, ഇങ്ങനെ ബുഷിയാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നതൊക്കെ പോക്കാം. അങ്ങനെ ഞാൻ കുറേ അങ്ങ് വെട്ടിയെടുക്കട്ടെ കേട്ടോ. വീഡിയോ അങ്ങ് നീണ്ടു പോകും നിങ്ങളെ കാണിക്കുമ്പോഴേക്കും. അങ്ങനെ ചുള്ളൽ വെട്ടിക്കൊണ്ടുവന്ന് ചുള്ളൽ തറച്ച് കൊണ്ടുവെക്കൂര നമുക്ക് തീ പിടിപ്പിക്കാൻ, അതുപോലെ ഉണ്ട് ഇത്. അങ്ങനെ ഞാൻ ബോഗൺവില്ലേൻ്റെ കമ്പ് എല്ലാത്തുനിന്ന് വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇലകളൊന്നും വേണ്ട നടാൻ. നമുക്ക് ഇലകളൊന്നും വേണ്ട, ഒക്കെ പോക്കുക. കാരണം ഞാൻ അതൊക്കെ പോക്കിയതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇല പോക്കി കഴിഞ്ഞാൽ ചിലർക്ക് സംശയം ഉണ്ടാവും, ഏതാണ് ഇതിൻ്റെ അടിഭാഗം ഏതാണ് മേൽഭാഗം എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്, എനിക്കുണ്ടാവലുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു മാർഗ്ഗമുണ്ട്, തിരിച്ചറിയുന്നൊരു മാർഗം പറഞ്ഞു തരട്ടെ. നിറയെ മുള്ളല്ല ഇതിന്,
മുള്ളല്ലേ ഇതൊക്കെ മുള്ള. ഈ മുള്ളിൻ്റെ അടിഭാഗത്താണ് ഇല വരിക. ഓരോ ഇല മുള്ളിൻ്റെ അടിഭാഗത്ത് ഇലയാണെങ്കിൽ ഇതാണ് അടിഭാഗം. അതാ ഓർക്കുക. അടിഭാഗത്ത് ഇല നടൻ്റെ അടിഭാഗം ഇത് രണ്ടും അടി ഓർത്താൽ മതി. അതാ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ ബോഗൺവില്ല ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരിക. നിങ്ങളിപ്പോൾ എല്ലാവരും നടണേ, എല്ലാവരും നടണം. കാരണം ഇത് ജൂലൈ മാസത്തിലെ നല്ലൊരു മഴയാണ്. ഈ സൂപ്പർ മഴയ്ക്ക് ബോഗൺവില്ല ഒരു ഉണ്ടാവും. ഞാൻ ഈ മാസത്തിലായിരുന്നു നട്ടത്. ഞാൻ നടക്കാൻ പോയതായിരുന്നു. റോട്ടുമേലൂടെ നടക്കാൻ പോകുമ്പോൾ ആൾക്കാർ വെട്ടിയിട്ട് വെട്ടിയിട്ടത് ഞാൻ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്ന് നട്ടതാണ് ഇതെല്ലാം. അങ്ങനെ ഞാൻ നടാൻ പോകട്ടെ, ഇങ്ങനെ അങ്ങ് നട്ടാൽ മതി. ഞാനും വേണം ശ്രദ്ധിക്കാൻ. എനിക്കെല്ലാം ശ്രദ്ധ വേണം. നിങ്ങളെ പോലെ തന്നെ ഞാനും നോക്കിയോണ്ടിരിക്കണം അതിലെ അടിഭാഗം. ഇതാ ഇനി ഇങ്ങനെ അങ്ങ് നട്ടു കൊടുക്കുക. അടുപ്പിച്ച് ബിസ്മില്ലാഹിർ. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന് വലിപ്പം ഇത് മതി കേട്ടോ. ഈ ഇത് മതി. കൂടുതൽ വണ്ണം കുറഞ്ഞതും വണ്ണം ഉള്ളതും ഒക്കെ ഞാൻ നടുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് ആദ്യം മുളക്കുക എന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ അപ്ഡേഷനൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചു തരും. ഷോർട്ടിലെങ്കിലും ഞാൻ കാണിച്ചു തരും. ഞാൻ ലോങ്ങിലും കാണിച്ചു തരാറുണ്ട്. എൻ്റെ ലോങ്ങിൽ എൻ്റെ എന്തായി എന്നുള്ളത് കാണുന്നതൊക്കെ ഞാൻ കാണിക്കലുണ്ട്. ഇതിങ്ങനെ നട്ടിട്ട് നമ്മൾ എന്താക്കണം എന്നറിയോ? പിന്നെ മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കുക. ഈ വേനൽക്കാലത്താണ് നടുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ഇതിൽ അലോവേര തേക്കു, സാഫ് തേക്കു, അങ്ങനെ പലതും തേച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവറിനോട് മൂടി വെച്ചിട്ടൊക്കെ അല്ലേ. മഴക്കാലത്ത് ഒന്നും വേണ്ട, ഒരു സംഭവം വേണ്ട. എൻ്റെതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു സംഭവവും വേണ്ട. ഇങ്ങനെ അങ്ങ് നിറച്ച് നട്ടു കൊടുക്കുക. പിന്നെ വെയിൽ കിട്ടണ സ്ഥലത്ത് വെക്കരുത് നിങ്ങൾ. മഴ കിട്ടണം, വെയിൽ കിട്ടരുത്. അതായത് എന്തെങ്കിലുമൊക്കെ തണലിൻ്റെ അടുത്തേക്ക് നല്ല വെയിലുണ്ടാവും. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇത് 2 ആഴ്ച കഴിയുമ്പോൾ 3 ആഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വരും ചെറിയ ഇലകൾ. ഞാൻ കുറേ അങ്ങ് നടുന്നെന്താ അറിയോ? കുറച്ചൊക്കെ എനിക്ക് ഹാങ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഫാൻസ് ഇങ്ങനെ വരും എപ്പോൾ ഓരോന്ന് ചോദിച്ചുകൊണ്ട്. അവർക്ക് ഇഷ്ടമായിട്ട് വരുന്നുണ്ട്. ചോദിക്കുന്നത് ഇഷ്ടമായിട്ടാണ്, ഞാൻ കൊടുക്കുന്നത് ഇഷ്ടമായിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ അവർക്കും കൊടുക്കാം. ചിലർക്കൊന്നും വേര് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവർക്കും കൊടുക്കാം. ഞാനിത് ഫുള്ള് കുത്തിയിട്ട് കാണിക്കാം. ഞാൻ അങ്ങനെ കുത്തുന്നത് ഞാൻ കാണിച്ചു തന്നു കേട്ടോ. ഒന്നും ചെയ്യുന്നില്ല, അങ്ങ് അമർത്തി വെക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെയാണ് നടേണ്ടത്, അടിഭാഗം ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇല മുള വരുന്ന കണ്ടാൽ ഇലയുടെ അടിഭാഗത്താണ് നടേണ്ടത്. അടിഭാഗത്ത് ഇലയാണെങ്കിൽ നടുന്നത് ഇങ്ങനെ അടിഭാഗത്താണെന്നുള്ളത് കേട്ടോ. പറഞ്ഞു തന്നില്ലെങ്കിൽ തെറ്റിപ്പോവും. അതാ 2 എണ്ണത്തിൽ നട്ടു നോക്കുമ്പോൾ പോരാ. ഞാൻ വേറൊരു ചട്ടിയും കൂടെ അങ്ങ് എടുത്ത്. ചട്ടിങ്ങൾ വൃത്തിയൊന്നും നോക്കണ്ട കേട്ടോ. അതൊക്കെ എൻ്റെ പഴയത് കുറേ ഉപയോഗിച്ചിട്ട്. നമ്മൾ നടുമ്പോൾ എല്ലാം ഒരു പ്ലാനിങ് വേണം. ഓരോന്നെടുത്ത് ഇങ്ങനെ പരിശോധിക്കണ്ട. നമ്മൾ മൊത്തം പരിശോധിച്ച് ഒരു ഭാഗത്ത് അങ്ങ് വെച്ചാൽ മതി. എന്നാൽ പിന്നെ അനുസരിച്ചിട്ട് നോക്കാണ്ട് നടാം. നേരത്തെ ഞാൻ കുഴങ്ങി പോയിക്ക് ഓരോന്ന് നോക്കിയിട്ട്. പിന്നെ എനിക്ക് തന്നെ തോന്നി ഒക്കെ നമുക്ക് അനുഭവത്തിലൂടെ പഠിച്ചോളൂ. എല്ലാം അങ്ങ് വെരിക്കങ്ങ് വെച്ച് കൊടുത്ത് അടിഭാഗം ഒരേ ലെവലിൽ. അങ്ങനെ 3 എണ്ണത്തിൽ നിറയെ ഞാൻ ബോഗൺവില്ല അങ്ങ് നട്ടു. ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ ആൾക്കാർ വെട്ടിയിട്ട ബോഗൺവില്ല ഞാൻ റോഡിൻ്റെ സൈഡിൽ വെട്ടിയിട്ടിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ പ്രിയപ്പെട്ടവരോട് പറയും, അങ്ങ് കിട്ടുമ്പോൾ നട്ടോളി. എവിടെ നിന്ന് ചോദിച്ചാൽ ഇപ്പം ബോഗൺവില്ലൻ്റെ കടലാസ് പൂവിൻ്റെ കമ്പ് തരും. കാരണം എന്താ അറിയോ? നമുക്ക് പ്രൂൺ ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ തരാൻ തന്നിട്ട് കാര്യമല്ല, വെട്ടി അങ്ങ് പോകുക. പിന്നെ അതിന് ഭയങ്കര മുള്ള, ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ വിജയകരമായിട്ട് 3 ചട്ടിയിൽ കമ്പ് ഞാറ് നട്ട പോലെ അങ്ങ് നട്ടു കൊടുത്തു. ഇപ്പോൾ ഞാനിത് വെക്കുന്ന എവിടെയെന്നറിയാം? അപ്പം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക, ഒരു റെസ്റ്റ് ഇല്ലാത്ത മഴയാണ്. അപ്പോൾ ഇതിങ്ങനെ കൊണ്ട് ഇതിന് വേര് പിടിക്കും. വെയിൽ നല്ല വെയിലിട്ടം വരികയാണെങ്കിൽ വെയിൽ തട്ടിക്കരുത് കേട്ടോ. നമുക്ക് തളിരും വേരും വരുന്ന വരെ വെയിൽ ഇവർക്ക് കൊള്ളാൻ പറ്റൂല. ഇപ്പോൾ വാടിപ്പോവും. ഇപ്പം പിന്നെ വെയിലിൻ്റെ പ്രശ്നമില്ലല്ലോ, കുറച്ച് ദിവസം വെയിൽ കൊള്ളാണ്ട് നിന്നാലും മതി. അങ്ങനെ ഞാനിങ്ങനെയാണ് നടുന്നത്. ഞാനിത് വളർന്ന് വന്നിട്ട് പിന്നെ ഹാങ്ങിങ് പോട്ടിലേക്ക് കുറച്ച് മാറ്റും. അങ്ങനെ ഞാൻ വിചാരിച്ചത് അതാണ് ഇത്രയും അധികം നട്ടത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ലെയറിങ് കാണിച്ചു തന്നില്ലായിരുന്നോ?
ഇതാ ഒരു കമ്പ് പിടിച്ചിട്ട് തന്നെ ഞാൻ ലെയറിങ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ വേര് വന്നിട്ടുണ്ടാവാം, കാരണം ഞാൻ തുറന്നില്ല. ഇപ്പം ഇവിടെ ഒക്കെ ഉണ്ട് തളിര് വരുന്നത്. ഇവിടെ അങ്ങ് വെട്ടും ഞാൻ. ഇവിടെ അങ്ങ് വെട്ടിയിട്ട് ഇത് പുതിയ തൈയായി മാറും. അങ്ങനെയാണ് ഈ ലെയറിങ് ചെയ്യുന്നത്. നിപ്പ് തന്നെ ചെടീൻ്റെ ശാഖമൽ ഞാൻ വിചാരിക്കാം ഇവിടെ ഒക്കെ അങ്ങ് ലെയറിങ് ചെയ്താലോ എന്ന്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട്. എല്ലാം കൂടി നടക്കയിട്ടാ. പുതിയ തളിര് വരാൻ തുടങ്ങിയിട്ടോ. ഞാൻ തുറന്ന് വേര് വന്ന് ഞാൻ കാണിച്ചിരുന്നുണ്ട്. പിന്നെ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കും, എല്ലാവരും അല്ല കുറേ പേര് എന്നോട് ചോദിക്കും, പുതിയ വീഡിയോ വിടും നിങ്ങളെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ അതെന്തായി എന്നുള്ളത്. ബോഗൺവില്ലൻ്റെ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോഗൺവില്ല കുറച്ച് താമസമാണ്, ഇത് പെട്ടെന്നൊന്നും ആവൂല. ഞാൻ ആ കവർ ഊരിയിട്ടില്ല. തളിര് വരുമ്പോൾ തളിര് വരുന്നത് കാണുമ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും കാണിച്ചിരിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അന്ന് ഗ്രാഫ്റ്റിങ്ങിന് പോയപ്പോൾ അവിടെ നമുക്ക് ചുണ്ടത്തൈയില്ലേ, ആ ചുണ്ടത്തൈയിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു ചുണ്ടത്തൈമേൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് തക്കാളി, പച്ചമുളക് എല്ലാം നട പോലും, വഴുതിനൊക്കെ നട. അപ്പം ഞാൻ കുറേ തൈ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വരി, ഞാനത് പുതിയ തൈ ഉണ്ടാക്കി വെച്ചത്. ഇതാണ് എൻ്റെ ICU. ഞാനെപ്പോൾ ICU എന്ന് പറയല്ലോ. അപ്പോൾ ഞാൻ അതാ ചുണ്ടത്തൈ ഞാൻ തോട്ടത്തിൽ പോയി പെറുക്കി കൊണ്ടുവന്നു. അവിടെ ഇഷ്ടം പോലെ തോട്ടത്തിലൊക്കെ. എന്നിട്ട് ഞാനൊരു പോട്ടിൽ നട്ട് ആളാക്കി എടുക്കുക. എന്നിട്ട് ഞാൻ എന്താക്കുമെന്നറിയോ, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യും. ഈ ചുണ്ടത്തൈയിൽ നമുക്ക് പച്ചമുളകും തക്കാളി എല്ലാം ഒരു തൈ വെക്കാൻ പോലും ഞാൻ പഠിച്ച് വന്നത്. അത് ഞാൻ എന്താണോ പഠിച്ചത് അതെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിക്കൂ. അതുകൊണ്ട് ഇത് പരീക്ഷണമാണ്. നിങ്ങൾ പോയി പഠിക്കണമല്ലോ, ഞാൻ പഠിച്ചാൽ മതിയല്ലോ. എൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും പഠിക്കാനാവും. ഇത് അവിടെ ഒക്കെ ചുണ്ടയാ, തോട്ടത്തിൽ പോയി കൊണ്ടുവന്നതാ, ഞങ്ങൾ കാണിച്ചു തന്നതാ കേട്ടോ. ഈ ബോഗൺവില്ലല്ലേ, ഇത് ഓറഞ്ചാണ്. ഈ ഓറഞ്ച് ബോഗൺവില്ല ഇപ്പോൾ നമുക്ക് വെട്ടാം, കാരണം ഇതിൽ പൂ കുറഞ്ഞു. അപ്പോൾ ഇതിനായിട്ട് ഇപ്പോൾ നമുക്ക് ഒരാളെ വിളിച്ചുകൂടാ, സ്വന്തം വെട്ടാൻ കഴിയില്ല കേട്ടോ, ആവൂര. അപ്പോൾ ഇതിൽ ഭയങ്കര പൂവും ഈ റോസിൽ ചോപ്പിലുണ്ട്. ഇപ്പം ഞാൻ വിചാരിക്കാം ഇതും കഴിയട്ടെ, ഇതും കഴിഞ്ഞിട്ട് ഞാൻ ഒന്നിച്ചൊരാളെ കൊണ്ടുവന്ന് അങ്ങ് വെട്ടിയിട്ട് അങ്ങ് പോക്കാന്നാണ് വിചാരിച്ച്. നല്ല ഷേപ്പ് ചെയ്യുക. എൻ്റെ അടുത്ത് ആര് വന്നാലും ഞാൻ ഈ കമ്പ് കൊടുത്തിരിക്കും. ഇതൊക്കെ എന്താ സൂപ്പർ എന്നറിയോ. പിന്നെ ഹൈബ്രിഡ് ഉണ്ട് പോലും, ഹൈബ്രിഡ് എൻ്റെ അടുത്തില്ല. ഇതൊക്കെ നാടൻ തന്നെ പൂക്കുന്നുണ്ടല്ലോ, നന്നായിട്ട് പൂ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നടുന്ന രീതി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തന്നില്ല. ലെയറിങ് തെളിഞ്ഞ് വരുന്നുണ്ട്, അതും കാണിച്ചു തന്നു. പിന്നെ ഗ്രാഫ്റ്റിങ്ങിൻ്റെത് ഞാൻ കവർ ഊരിയില്ല. അതുകൊണ്ട് ഇനി ഞാൻ ഇത് കൊണ്ടുപോയി വെക്കുന്നത് ഇപ്പം ഇവിടെ തന്നെയാണ്. മഴയുണ്ട്, ചീഞ്ഞ മഴയുണ്ട്, ഇങ്ങനെ കിനിഞ്ഞിറങ്ങുന്ന ആ മഴയുണ്ട്. അപ്പോൾ അത് ഇപ്പം ഇവിടെ തന്നെയാണ്. ഇനി ഞാൻ കുറച്ച് നാളെ ഞാനിതെടുത്ത് മാറ്റും. ഈ ചട്ടി ഒന്നും വൃത്തിയില്ലാത്ത നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇപ്പം നാളെ എനിക്ക് എന്താ അറിയുക, പൂക്കള വീഡിയോ ആയതുകൊണ്ട് പറയാം കേട്ടോ. നാളെ ഞാൻ എൻ്റെ പുറത്ത് ഈ മഞ്ഞപ്പൂവിൻ്റെ കമ്പ് നടണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഹൈറ്റ് വെപ്പിക്കരുത്, ബോഗൺവില്ല ഹൈറ്റിൽ നിൽക്കട്ടെ, പല കളറിലും. താഴെ ലൈനായിട്ട് മഞ്ഞപ്പൂവ് നിൽക്കട്ടെ. എങ്ങനെ ഉണ്ടാവും പ്ലാന്? ഒക്കെ സ്വപ്നം കാണും. എന്നോട് ചോദിച്ചിട്ട് അത് ഉണ്ടായിക്കാന്ന് കാണിച്ചു തരാൻ പറയണം. ഞാൻ ഈ മഞ്ഞപ്പൂവില്ലേ, ഇത് പെട്ടെന്ന് പിടിക്കും. ഇതും കൂടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നാളെ ആവട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞാൻ ഇത്രയും വിശദീകരിച്ച് ഞങ്ങളോട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവർ നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. എല്ലാ സ്ഥലത്തും ഇപ്പം ബോഗൺവില്ല ഉണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെ നട്ടാൽ മതി. നട്ടിട്ട് നമുക്ക് വേര് വന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് മെല്ലെ അത് എടുത്ത് മാറ്റിയിട്ട് വേറെ നടാം. അല്ലാതെ ഇപ്പം തന്നെ നന്നായിട്ട് ഇങ്ങനെ എല്ലാ പോട്ടി മിക്സും ചേർത്ത് നട്ട് കൊടുത്തൊരു കാര്യമില്ലല്ലോ. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കാണ്ട് നട്ടാലുണ്ടാവും. അത് കരുവേപ്പിലല്ലേ, കരുവേപ്പില നമ്മൾ ഡിമാൻഡിൽ മദർ പ്ലാന്റ് ഇല്ലാത്ത ആൾക്കാർ എവിടെന്നെങ്കിലുമൊക്കെ തൈ വാങ്ങി എന്തൊരു ഓമനിച്ചാ വളർത്തുക. ഇവിടെ എപ്പോൾ എല്ലാവരും എന്നോട് പറയൂ അത് ചീഞ്ഞു പോയി. ഞാൻ നടുന്ന കരുവേപ്പില എനിക്ക് ആവശ്യമല്ല, കാരണം എനിക്ക് വേറെ ഉണ്ട്. എന്നിട്ട് ഞാൻ വെറുതെ നട്ടു, ആ നട്ടിൽ എൻ്റെ ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ഉണ്ടായത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ കൊടുത്തതിലൊക്കെ പറയും എന്തായില്ല ചീഞ്ഞു പോയി. അതുപോലെ ഞാൻ വേറെ ഒരാൾക്ക് എന്തേ കൊടുത്തിൻ്റെ മേരി ഗോൾഡ് തൈ കൊടുത്ത് കമ്പ് കൊടുത്ത് കുറേ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചത് എന്താ, അപ്പോൾ അതും ചീഞ്ഞു പോയോലെ. അതെന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എൻ്റെ കരുവേപ്പിൻ്റെ ഇല കാണിച്ചു തരാം. വരും ഞാൻ കരുവേപ്പിൻ്റെ ഇലയല്ല, കരുവേപ്പിൻ്റെ തൈ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ പിടിച്ചിട്ടുണ്ടോ. ഞാൻ എന്താ എനിക്കറിയില്ല, അല്ലാതെ എന്താ ഇങ്ങനെ ഉണങ്ങിപ്പോൻ്റെ ഇതാ ഉഷാറായി.
ഞാൻ എന്താ അത് നട്ടെന്നറിയാം. എനിക്ക് രാത്രിയൊക്കെ മീനൊക്കെ കൊണ്ടുവരുമ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോൾ കരുവേപ്പിലേക്ക് ഓടാൻ പറ്റുമത്. അങ്ങനെ പാമ്പിൻ്റെ എപ്പം നോക്കിയാൽ പാമ്പിൻ്റെ കഥയെ കേൾക്കൽ. അതുകൊണ്ട് ഒന്നിൻ്റെ മുറ്റത്ത് വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറയാ അങ്ങനെ ചെയ്താൽ, ഞാൻ ചെയ്യും പോലെ ചെയ്താൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇതെന്താണെന്നറിയോ, ഇത് പിന്നെ നിത്യ കല്യാണി എന്ന് ഇവിടെ പറയും. ശവന്നാറിന്ന് ഒരു കൂട്ടർ പറയുന്നത് ഞാൻ കേൾക്കലുണ്ട്. ഇതെന്താ ഇങ്ങനെ നിറച്ചങ്ങ് നട്ടുകൊടുത്ത് ഞാൻ. എന്താണെന്നറിയോ, ഇത് എനിക്ക് റോട്ടുമെന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് മണ്ണിൽ നിറച്ച് കൊടുത്തിട്ട് ഇതൊക്കെ പുതിയ തളിരൊക്കെ വന്ന്, ഇതിലൊക്കെ തളിര് വന്ന് പൂ വരെ പുതിയ വന്ന് 2 ആഴ്ച ആയിട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ, ഇതെടുത്തിട്ട് ഇത് കുറച്ച് മണ്ണൊക്കെ നല്ല മണ്ണ് യോജിപ്പിച്ച് വേറെ കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ ഇങ്ങോട്ട് കോരിയെടുത്തിട്ട് വെർട്ടിക്കലായിട്ട് നടാമെന്നാണ് ഞാൻ വിചാരിച്ച്. ഇത് വെർട്ടിക്കലായി വെയിൽ കൊള്ളും തോറും ഉഷാറിലുണ്ടാവും. കട്ട് ചെയ്തെടുത്താൽ മതി. വെർട്ടിക്കൽ അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ്. അല്ല, നിങ്ങൾക്ക് നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തന്നതാ. ഇങ്ങനെ നിറച്ച് നട്ടു കൊടുക്കുക ഒക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഈ ബോഗൺവില്ല നടിയിൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും ഇതിന് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.